തങ്ങളുടെ യാത്രാക്ലേശങ്ങൾക്ക് തൊടുപുഴയ്ക്ക് സമീപത്തെ മറ്റത്തിപ്പാറ ഗ്രാമവാസികൾ കണ്ടെത്തിയ പരിഹാരമായിരുന്നു സ്വന്തമായ ഒരു ബസ് എന്നത്. ആ ബസ്സിനെ അവർ ജനകീയൻ എന്ന് വിളിച്ചു. എന്നാൽ ജനകീയൻ ബസിന്റെ യാത്രയിൽ ഇപ്പോൾ ചില തടസ്സങ്ങൾ ഉണ്ടായിരിക്കുകയാണ്. ഇതാണ് ജനകീയൻ, മറ്റത്തിപ്പാറ ഗ്രാമത്തിന്റെ സ്വന്തം പ്രൈവറ്റ് ബസ്. 17 വർഷങ്ങൾക്ക് മുൻപ് മറ്റത്തിപ്പാറക്കാരായ 75 പേർ ചേർന്നാണ് ബസ് വാങ്ങുന്നത്. അന്നു മുതൽ ഇങ്ങോട്ട് ഗ്രാമജീവിതത്തിന്റെ ഒഴിച്ചുകൂടാനാകാത്ത കാഴ്ചയാണിവൻ. എന്നാൽ ഇപ്പോൾ സ്ഥിതി അതല്ല. വണ്ടി ഓട്ടെ. ചെറിയൊരു പ്രശ്നമുണ്ട്, അതാ വിഷയം. ഇപ്പോൾ വണ്ടിക്ക് പണിയെല്ലാം കഴിഞ്ഞിട്ട് വീണ്ടും ഇറക്കണമെങ്കിൽ ഒത്തിരി പൈസ വേണം. ലാഭത്തിലായിരുന്നപ്പോഴത്തെ പൈസ എല്ലാം കൂടെ സഹകരണ ബാങ്കിലാണ് നിക്ഷേപിച്ചിരുന്നത്. പക്ഷേ ആ സഹകരണ ബാങ്ക് തകർന്ന് അതിപ്പോൾ രാഷ്ട്രീയക്കാരുണ്ട്. അപ്പോൾ അവരുടെ എല്ലാം അവർക്കറിയാം ആരൊക്കെയാണെന്ന്. അപ്പോൾ സഹകരണ ബാങ്ക് തകർന്നപ്പോൾ ആ പൈസ എല്ലാം നമുക്ക് എടുക്കാൻ പറ്റാതായി. ബസിന്റെ നടത്തിപ്പ് ചുമതലയുള്ള ജനകീയ ബസ് ഐക്യവേദി വർഷങ്ങൾ കൊണ്ട് സ്വരുക്കൂട്ടി വെച്ച തുക സമീപത്തെ കടനാട് സർവീസ് സഹകരണ ബാങ്കിലാണ് നിക്ഷേപിച്ചത്. കാലപ്പഴക്കം ചെന്ന നിലവിലെ ബസ് മാറ്റി പുതിയ ഒന്ന് വാങ്ങാൻ ആലോചിക്കുമ്പോഴാണ് സമ്പാദ്യം തിരിച്ചു നൽകാനാവില്ലെന്ന് ബാങ്ക് പറയുന്നത്. ഇതോടെ ജനകീയന്റെ സർവീസ് നിലച്ചു. ഇപ്പോൾ പിള്ളേർക്കൊക്കെ ആണേലും അവർക്കൊന്നും എപ്പോഴും വലിയ തുകയൊന്നും കൊടുത്ത് എപ്പോഴും സ്കൂളിലും രാവിലെ വൈകുന്നേരം ഒക്കെ പോകാനൊന്നും പറ്റത്തില്ല. അപ്പോൾ ഈ ബസ് സർവീസ് ആയിരുന്നു അവരെല്ലാം ആശ്രയിച്ചുകൊണ്ടിരുന്നേ. അപ്പോൾ അത് നിന്ന് പോകുന്നെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ കരിങ്കുന്നത്തും കുറുമണ്ണിലൊക്കെ പഠിക്കുന്ന എല്ലാവരും തന്നെ, ഇവിടെയൊക്കെയുള്ള എല്ലാവരും തന്നെ ഈ ബസ്സിലൂടെയായിരുന്നു പോകുന്നത്. അപ്പോൾ അവരൊക്കെ 100-120 രൂപ കൊടുത്ത് ഓട്ടോയ്ക്ക് അവർ പോകുന്നത്. അപ്പോൾ എത്രയും വേഗം ഞങ്ങളുടെ ജനകീയൻ ഞങ്ങൾക്ക് തിരിച്ചു വേണം. ജനകീയൻ തിരിച്ചു വേണം. നിലച്ച സർവീസ് പുനരാരംഭിക്കാനുള്ള ശ്രമത്തിലാണ് ഐക്യവേദി. ഈ ഒരു പ്രതിസന്ധി പരിഹരിക്കാനായിട്ട് ആളുകൾ തീർച്ചയായിട്ടും മുന്നോട്ട് വരും. ഇപ്പോൾ തന്നെ പല ആളുകളും അറിയിക്കുന്നുണ്ട് സാമ്പത്തികമായിട്ട് സഹായിക്കാം. എങ്ങനെയായാലും ഈ സർവീസ് മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് എല്ലാവരുടെയും ആഗ്രഹം. ഇത് വേണ്ട എന്നൊരാഗ്രഹമുള്ള ഒരാൾ പോലും ഈ നാട്ടിലില്ല. അവരുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണിത്. ബാങ്കുകാർ പണം നൽകിയാലും ഇല്ലെങ്കിലും മറ്റത്തിപ്പാറക്കാർ ജനകീയനെ വീണ്ടും റോട്ടിലിറക്കും. അത് തീർച്ചയാണ്. ഒരു നാടിന്റെ ആകെ അധ്വാനവും പേറിയാണ് ജനകീയൻ ഇക്കാലം അത്രയും യാത്ര ചെയ്തത്. ഈ നാട്ടുകാരുടെ പ്രിയപ്പെട്ട സ്വപ്നങ്ങളും പേറി അവരുടെ ജനകീയൻ ഇനിയും യാത്ര തുടരുക തന്നെ ചെയ്യും. ജിബിൻ തോമസിനൊപ്പം മുഹമ്മദ് ആഷിഖ്, മീഡിയ 1, ഇടുക്കി.